ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നെറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. എപ്പോഴും നിങ്ങൾ വീക്കെൻഡിലുള്ള വർക്ക് വിശേഷങ്ങൾ കണ്ടിട്ട് മടുത്തല്ലേ? അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പോലെ തന്നെ എൻ്റെ ഒരു വീക്ക് ഡേയിലെ വർക്ക് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്രാഫ്റ്റ് വർക്ക്സ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ 6 o'clock ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വിൻ്റർ തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സന്ധ്യ ആവും. അറൗണ്ട് 5:30 5:45 ഒക്കെ ആകുമ്പോഴേക്കും സൺസെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഓഫീസിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി ബസ്സിൽ നിന്ന് ഇതാ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ വന്നിട്ട് ഹസ്ബൻഡ് പിക്ക് ചെയ്യും. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോവാണ്. സ്വാഭാവികമായിട്ടും ഈവനിങ് ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു ജ്യൂസും പിന്നെ അതുപോലെ തന്നെ ഒരു ഷവർമയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് എൻ്റെ സ്പേസിലോട്ടേക്ക് കടന്നിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 7 o'clock ആകും. പിന്നെ മോളുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റ് സ്പേസിലോട്ടേക്ക് കടക്കുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഇടാൻ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. 2 ഷൂസും പിന്നെ കുറച്ച് ഷർട്ടും ടീഷർട്ടും ഒക്കെയാണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഹാമ്പേഴ്സായിട്ട് ചെയ്തെടുക്കാനുണ്ട്. നാളെ സെൻഡ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഇന്ന് രാത്രി ഡെലിവറി ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ഷൂ ഹാമ്പറാണ്. അപ്പോൾ ഗിഫ്റ്റ് ബോക്സിലോട്ടേക്ക് ഒരു ഷൂസ് വെച്ച് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ചും കൂടി ഇതാ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീഷർട്ടാണ് കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആ ടീഷർട്ട് വന്നിട്ട്. അതും നമുക്ക് നല്ല രീതിയിൽ മടക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഈ ഒരു ബോക്സിലോട്ടേക്ക് വെച്ച് കൊടുക്കാം. ഈ ബോക്സിൻ്റെ ഫ്രണ്ട് കവർ നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അപ്പോൾ അതും ഞാൻ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫോട്ടോ എടുക്കണം. പൊതുവേ പണ്ടൊക്കെ ഞാൻ മോർണിംഗ് ആണ് കേട്ടോ ഫോട്ടോ എടുക്കാറുള്ളത്. കാരണം നല്ല ലൈറ്റ് വേണമല്ലോ നമ്മൾ ഫോട്ടോന്. പക്ഷേ ഈ ഒരു സംഭവം, അതായത് നമ്മൾ റിംഗ് ലൈറ്റ് കിട്ടിയതോടെ നല്ല രീതിയിൽ എനിക്ക് പിന്നെ രാത്രിയും ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട്. മോർണിംഗ് തന്നെ സൺലൈറ്റിനെ കാത്തിക്കേണ്ട ആവശ്യം വരാറില്ല. കാരണം ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റിയോടെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അടുത്തൊരു ഷൂ ഹാമ്പർ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇത് ഇന്ന് തന്നെ പോയിട്ട് കൊണ്ടുകൊടുക്കേണ്ടതാണ്. ഡയറക്റ്റ് ഡെലിവറിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ടേക്ക് ഷൂസും ടീഷർട്ടും ആണ്. പിന്നെ സിമ്പിൾ കാർഡിന് പകരമായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് വരുന്ന ഒരു ലെറ്ററാണ്. അത് അവർ എഴുതിയിട്ട് എനിക്ക് നല്ലൊരു പിക്ചർ അയച്ചു തന്നു. അത് ഞാൻ പ്രിൻ്റ് എടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ക്രീപ്പി പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സും കൂടി വെച്ച് കൊടുത്തു. വൈറ്റ് ഫ്ലവേഴ്സാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് ഫ്ലവേഴ്സ് വെച്ച് ബോക്സ് ഇതാ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ഗിഫ്റ്റ് ബാഗ് കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലേക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വിനൈൽ സ്റ്റിക്കർ അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന വേർഡ്സ് ഇതുപോലെ ഞാൻ ഡിസൈൻ സ്പേസിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതൊരു വൈറ്റ് വിനൈൽ സ്റ്റിക്കറിൽ കട്ട് ചെയ്തിട്ട് നമ്മളെ ഗിഫ്റ്റ് ബാഗിൽ ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ പാക്കിങ് വന്നിട്ട് ഗിഫ്റ്റ് ബാഗിലാണ്. അപ്പോൾ അതും നമുക്ക് ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് 2 മിഡ്നൈറ്റ് ഡെലിവറി ഉണ്ട്. 2ൻ്റെയും പ്ലേസ് വന്നിട്ട് ദേറേനെയാണ്. അപ്പോൾ 2ഉം അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് 2 പെട്ടെന്ന് പോയി കൊണ്ടു കൊടുക്കാം. അല്ലാത്ത കേസസിലൊക്കെ ഞാൻ ഒരു ദിവസം ഒരു ഡെലിവറി മാത്രമാണ് കേട്ടോ എടുക്കാറുള്ളത്. കൊറിയർ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊറിയർ ചെയ്യാം. പക്ഷെ പോയി കൊണ്ടു കൊടുക്കുമ്പോൾ ഒന്നേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞ് വന്ന് പിന്നെ വർക്കും ചെയ്ത് ഡെലിവറിയും കൂടി ആകുമ്പോൾ പിന്നെ നന്നേ ക്ഷീണം പിടിക്കുമല്ലോ. അപ്പോൾ ഒന്ന് മാത്രമേ നമുക്ക് ഡെലിവറി ചെയ്യാൻ കഴിയലുള്ളൂ, ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ഒരു ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ സിമ്പിൾ കാർഡ് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ ആയിട്ട് നമുക്ക് ഒരു അയൺ സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും ഞാനിവിടെ കട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പിന്നെ കസ്റ്റമൈസേഷന് വേണ്ടിയിട്ട് ചില ആൾക്കാർ കൊണ്ടുതരും കേട്ടോ. അപ്പോൾ അതിൽ അയൺ സ്റ്റിക്കേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കട്ട് ചെയ്യട്ടെ. നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ബാഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിലോട്ടേക്ക് ഇതാ വിനൈൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഹാൻഡിൽ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ വൈറ്റ് സ്റ്റിക്കറാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിലോട്ടേക്ക് കസ്റ്റമർ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു ടീഷർട്ടും പിന്നെ
സാപ്പിളിൻ്റെ ബോഡി പെർഫ്യൂമും പിന്നെ കുറച്ച് ചോക്ലേറ്റും സിമ്പിൾ കാർഡും ഇതാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് പുറമേ ആയിട്ട് ഒരു ബൊക്കെയും ഒരു സിംഗിൾ ഫ്രഷ് ഫ്ലവർ വരുന്ന ഒരു ബൊക്കെയും പിന്നെ ഒരു കുട്ടി മിനി കേക്കും ഉണ്ട്. അത് നമ്മൾ പോകുന്ന വഴിക്ക് വാങ്ങിക്കാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതാ ചോക്ലേറ്റൊക്കെ എടുത്ത് വെക്കുകയാണ്. കസ്റ്റമർ കുറച്ചധികം ചോക്ലേറ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഈ ഒരു ഗിഫ്റ്റ് ബാഗ് ഇതാ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ഷൂ ഹാമ്പറിൻ്റെതും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ ഇതാ രണ്ടും കൂടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും പോയി ഡെലിവറി ചെയ്യണം. അപ്പോഴേക്കും ഞാനിതാ സ്പേസൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് ഡെലിവറി ചെയ്യണം, പിന്നെ വന്ന് കിടന്നുറങ്ങണം. സോറി, അതിന് മുന്നേ ആയിട്ട് ഫുഡ് കൂടി കഴിക്കണം. 10 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ ഫുഡ് ഞാൻ ഓൾറെഡി രാവിലെ പോകുമ്പോഴേക്കും പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ രാത്രി വന്നിട്ട് കഴിക്കേ വേണ്ടുള്ളൂ. അപ്പോൾ രാവിലെ പോകുമ്പോൾ ഉച്ചയ്ക്കുള്ളതും പിന്നെ അതുപോലെ തന്നെ രാത്രിക്കുള്ളതും എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇനി ഇതാ ലുലുവിൽ പോയിട്ട് നമുക്ക് കേക്കും അതുപോലെ തന്നെ ഫ്ലവേഴ്സും വാങ്ങിക്കാനുണ്ട്. ഒരു സിംഗിൾ ഫ്രഷ് ഫ്ലവറിൻ്റെ ബൊക്കെയും പിന്നെ കേക്കും ആണ് കേട്ടോ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ മിനി കേക്കും ഇതാ സിംഗിൾ ഫ്രഷ് ഫ്ലവർ ബൊക്കെയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഫസ്റ്റ് ഡെലിവറി ഈ ഒരു കേക്ക്, ഫ്ലവർ ബൊക്കെ പിന്നെ ആ ഒരു ഗിഫ്റ്റ് ബാഗ് വരുന്ന ഹാമ്പർ ഇതൊക്കെയാണ് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതാ നൈഫിലെത്തിയിട്ടുണ്ട്. അവിടെ കസ്റ്റമറിനെ വിളിച്ചു, ആൾക്കിതാ കൊണ്ടുപോയി കൊടുക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് ഭയങ്കര സർപ്രൈസ് ആക്കിയിട്ടുണ്ട്. ആളൊന്ന് ഞെട്ടിക്കുന്നു. എന്നിട്ട് ആൾക്ക് കൊടുത്തു. ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പിയായി, അൽഹംദുലില്ലാ. ആ ഒരു ചിരിച്ച ഫേസ് കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സും കൂടി നിറയും. ഇനി നമുക്ക് അടുത്ത ആ ഷൂ ഹാമ്പർ ഡെലിവറി ചെയ്യണം. അതും വന്നിട്ട് ദേറയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവാണ്. അങ്ങനെ ആളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ആളെ കോൾ ചെയ്തു, വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. ആൾ വന്നിട്ടുണ്ട്, അവർക്കും കൊടുത്തു. ഭയങ്കര സർപ്രൈസ്ഡായി. ആളുടെയും ബർത്ത്ഡേ ആണ് കേട്ടോ. അങ്ങനെ 12 സർപ്രൈസ് രണ്ടാക്കും കൂടി കൊടുത്തിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. സമയം അറൗണ്ട് 12 o'clock കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. നാളെയും ഇതുപോലെ റിപ്പീറ്റാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.